കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിരുന്നു, അതായത് നമ്മൾ ഏത് സീസണിൽ എടുത്ത് നോക്കുകയാണെങ്കിലും കിടിലൻ, ബുദ്ധിമാൻ, ഇങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ പിന്നെ ബുദ്ധി കൊണ്ട് ജയിച്ചവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലയാളികളെ വിധിയെഴുതിയ അഖിൽ മരാറില്ലേ, പുള്ളി ശരിക്കും മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? എനിക്കൊരു ഡൗട്ട്. എത്രയാ നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കണേ, ഈശ്വര ഈ മണ്ടനെ ആണല്ലോ സപ്പോർട്ട് ചെയ്തേ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം അഖിൽ മാരാർ പറഞ്ഞ കുറച്ച് പ്രസ്താവനകൾ ഇതിനോടകം തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാണായിരിക്കും അല്ലേ? എന്നാൽ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കേൾക്കാം. കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോളം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്കെന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഷടാ, ഇത്രേ ഉണ്ടായുള്ള കാര്യം വെറുതെ 1.25 ദിവസം ലേബർ റൂമിൽ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ട്, അല്ല ഒന്ന് പ്രസവിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണേ, ഞാൻ വെള്ളിയാഴ്ച 3 മണിക്ക് ലേബർ റൂമിൽ കയറിയിട്ട് ശനിയാഴ്ച രാത്രിയല്ല വൈകുന്നേരം 5:37 ഞാൻ പ്രസവിക്കുന്നത്. വെറുതെ 1.5 ദിവസത്തോളം ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ കിടന്ന് ഞാൻ വെറുതെ വേദന തിന്ന്. അന്നേ അഖിലേട്ടൻ്റെ അടുത്ത് ഉപദേശം ചോദിച്ചാൽ മതിയായിരുന്നു. അല്ല ഒന്ന് പ്രസവിച്ചതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണേ, ഞാനുണ്ടല്ലോ വെള്ളിയാഴ്ച 3 മണിക്ക് ലേബർ റൂമിൽ കയറിയിട്ട് ശനിയാഴ്ച വൈകുന്നേരം 5:37 ഞാൻ പ്രസവിക്കുന്നതേ. അപ്പോൾ ആ ഒരു 1.5 ദിവസത്തോളം എന്നെ ആ ഒരു ലേബർ റൂമിൽ എന്നെ ഇട്ടിട്ട് അവർ താരാട്ടുപാടി ഉറക്കല്ലായിരുന്നു. എന്നെ അവിടെ കിടത്തിക്കൊണ്ടും ഞാൻ അവിടെ കിടന്ന് വേദന കൊണ്ട് പുളയുന്നത് കണ്ടിട്ടും അവർ സന്തോഷിക്കുകയല്ലായിരുന്നു. അല്ല, ഈ പ്രസവിക്കുന്ന സമയത്ത് നമുക്കൊരു വേദന വരെ, ഈ അടിവയറ്റില്ലേ, അടിവയറ്റിന്ന് അരക്കെട്ട് ആ ഒരു ഭാഗത്തേക്കാണ് നമുക്ക് ആ ഒരു വേദന തന്നെ. അത് നമ്മൾ പീരീഡ്സ് ആകുമ്പോഴൊരു വേദന ഇല്ലേ, ആ വേദനയൊന്നും ഒന്നുമല്ലെന്നേ. ഇതൊക്കെ എന്ത് സിമ്പിള്. ഇപ്പം ഡെലിവറി കഴിഞ്ഞ പലർക്കും പീരീഡ്സ് ടൈമിൽ വേദന ഉണ്ടാവില്ല. എന്താണെന്നറിയോ? അതിൻ്റെ അപ്പുറത്തെ വേദന അവർ ഡെലിവറി ടൈമിൽ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പീരീഡ്സ് ടൈം എന്ത് പീരീഡ്സ്. അല്ല, മുമ്പ് നമ്മൾ പീരീഡ്സിന് വേദന കഴിയുമ്പോൾ ഒരു ദിവസം മൊത്തം കോളേജിലും പോവില്ല, സ്കൂളിലും പോവില്ല, കിടന്ന് ഉറക്കമായിരിക്കും വീട്ടിൽ. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരീഡ്സ് ടൈമിൽ നമ്മൾ ആനനെ പൊക്കാൻ പറഞ്ഞാൽ ആനനെ പൊക്കും. കാരണം നമുക്ക് ആ പെയിനല്ല. ആനനെ പൊക്കാൻ പറഞ്ഞത് ഞാൻ വെറുതെ പറഞ്ഞാൽ ആനനെ പൊക്കാൻ പറ്റില്ല, എന്നാലും ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ, ആ ഒരു കൊളോക്കിൽ വരണമെന്നുള്ളൂ. അപ്പോൾ അഖിൽ മരാർ പറഞ്ഞൊരു കാര്യം, ഈ പ്രസവിക്കുന്നതൊക്കെ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നേ. നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? 1ാമത്തെ മാസം മുതൽ ഈ ഹോസ്പിറ്റലിൽ പോയി അവർ തരുന്ന വൈറ്റമിൻസ് ക്യാപ്സൂൾസും കഴിച്ച് അവർ തരുന്ന കാര്യങ്ങളൊക്കെ, ഫുഡ് കൺട്രോൾ ചെയ്യണം, എന്താ പറയുക, BP അത് ഇതൊക്കെ നോക്കി വെറുതെ ഡോക്ടറെ കണ്ട് 2-3 മണിക്കൂർ, അല്ല നല്ല ഹോസ്പിറ്റലാണെങ്കിൽ 2-3 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റും ചെയ്ത് ഒരു ദിവസം മുഴുവനും പോകും. പിന്നെ സ്കാനിങ് അത് ഇത് കൊച്ചിൻ്റെ വളർച്ചയൊക്കെ നോക്കി. എന്തിനാന്നേ? ഏതോ ഒരു അമ്മാമ്മ എന്തോ പ്രസവിച്ചിട്ട് നെല്ല് കുത്തിയില്ലേ, അഖിലിനെ അറിയാമെന്നാ നെല്ല് കുത്തിയ അമ്മൂമ്മേന. കാരണം അഖിലിൻ്റെ ഭാര്യ പ്രസവിച്ച് കഴിഞ്ഞിട്ട് 5-6 ചാക്ക് നെല്ല് കുത്തിയിട്ടുണ്ടായിരുന്നു. ആ നെല്ല് കുത്തിയ കഥയാണ് അഖിൽ മരാർ വന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കേട്ടില്ലേ? അല്ല, നിങ്ങൾ നോക്കുന്നേ, അഖിലിൻ്റെ ആ ഇരിപ്പും ആ പറയുന്ന ആ ഒരു രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അഖിൽ അങ്ങനെ പ്രസവിച്ചതായിരിക്കും അല്ലേ? അഖിൽ പ്രസവിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും കിടന്ന് ഘോരഘോരമായി പ്രസവിക്കുന്നത് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ അഖിലിൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും അതുപോലെ പ്രസവിച്ചായിരിക്കും. ഇപ്പോൾ വീട്ടിലുള്ളത് ഭാര്യയാണല്ലോ, 2 പെറ്റതുമാണ്. അപ്പോൾ ഭാര്യ പ്രസവിച്ചത് ഇങ്ങനെയാണോ? ഇങ്ങനെ എൻജോയ് ചെയ്ത് പ്രസവിപ്പിച്ചതാണോ? അല്ല, 1.5 ദിവസം ലേബർ റൂമിൽ കിടന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് എൻജോയ്മെൻ്റ് ഒന്നും തോന്നിയില്ല. കാരണം ഇടവേളകളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വേദന വരും. ഈ ബാക്കിൽ നിന്നാണ് ഒരു വേദന തന്നെ. പിന്നെ അതൊരു അടിവയറ്റിലേക്കൊരു വേദന, ഒരു പോക്കുണ്ട്. ആ ഒരു സമയത്തുണ്ടല്ലോ നമ്മൾ സ്വർഗവും നരകവും ഒക്കെ ഒരുമിച്ച് കാണും. അല്ല, ഞാൻ ആ ഒരു എൻജോയ്മെന്റ് ഒന്നും അനുഭവിച്ചില്ലേ, അതുകൊണ്ട് ചോദിക്കുകയാണ്. എല്ലാം എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്ന ആളാണല്ലോ അഖിൽ മരാർ. ഒന്നില്ലെങ്കിൽ അഖിൽ പറ്റിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ അഖിലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും അങ്ങനെ പ്രസവിച്ചവരൊക്കെ ഉണ്ടാവുമായിരിക്കും അല്ലേ? എന്തായാലും എക്സ്പീരിയൻസ് കൊണ്ട് വെച്ചിട്ടാണല്ലോ നമ്മൾ ഈ പറയുന്ന ഇതൊക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അഖിൽ മരാറെ പോലുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് നിങ്ങൾ ഒന്നും അല്ലാണ്ട് മൂലക്കെ കിടന്നിട്ട് ഒരുപാട് വലിയ വലിയ ഷോയിലൊക്കെ വന്ന് നിങ്ങളെ ജനങ്ങൾ, പാവം പിടിച്ച് നമ്മളെ ജനങ്ങൾ സ്നേഹിക്കും, സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങൾ അവിടെ കാണിക്കുന്ന കാട്ടങ്ങൾ, നിങ്ങൾ അഭിനയിക്കുന്ന അഭിനയമൊക്കെ കണ്ടിട്ട് പാവം മണ്ടന്മാരായ ജനങ്ങൾ അത് നിങ്ങളാ നെഞ്ചോട്ട് കയറ്റുന്നേ, നിങ്ങളങ്ങോട്ട് സ്നേഹിക്കും, നിങ്ങൾക്ക് സപ്പോർട്ട് തരും. നിങ്ങൾക്ക് ഒരു യോഗ്യത ഇല്ലെങ്കിലും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് തരും. അങ്ങനെ നിങ്ങളെയൊക്കെ വലിയ സെലിബ്രിറ്റികളാക്കും. ഇത് ബിഗ് ബോസ് എന്ന ഷോ മാത്രമല്ല, ഒരുപാട് ഷോ ഉണ്ട്, ഫിലിം തന്നെ ആയിക്കോട്ടെ.
എന്താണെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിച്ച് കഴിയുമ്പോൾ ഈ പാവം പിടിച്ച ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊരു സെലിബ്രിറ്റി ഫെയിം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് ഒരുപാട് പേരുണ്ടാകും. അവരെയാണ് ആദ്യം അടിക്കേണ്ടത്. അത് പോട്ടെ, അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുക, അവരുടെ തൊഴിലല്ലേ, അവരത് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങളിങ്ങനെ വന്ന് ഇങ്ങനെ ഘോരഘോരമായി പ്രസംഗിക്കുമ്പോൾ പലരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ എന്ത് തൊട്ടിത്തരം പറഞ്ഞാലും ഇപ്പോഴും നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന പാവം പിടിച്ച കുറച്ച് പേരൊക്കെ ഉണ്ടാകുന്നേ. വളരെ കുറച്ച് പേര്, ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ടാകും. ഈ പാവം പിടിച്ച ജനങ്ങളുണ്ടല്ലോ, അഖിൽ സെലിബ്രിറ്റി ആണല്ലോ, അപ്പോൾ അഖിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, ഇവൻ പറയണത് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഉണ്ടാകും, അല്ലാണ്ട് ഇവൻ പറയില്ലല്ലോ എന്നൊക്കെ അഖിലിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന, കണ്ണടച്ച് സ്നേഹിക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനായിരിക്കുള്ളൂ. പ്രസവിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ, അപ്പോൾ അവർക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് സ്ത്രീകളെ ഞാൻ കൂട്ടുന്നില്ല. ഈ പുരുഷന്മാരാരെങ്കിലും വിചാരിക്കണം, ശരിയാണ്, എന്തിനാ വെറുതെ ഹോസ്പിറ്റലൊക്കെ പോണേ, നമുക്ക് ഇവിടെ കിടന്ന് പ്രസവിച്ചാൽ പോരെ, എൻജോയ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഇല്ലേ, ഫാമിലി എല്ലാവരും ഉണ്ട്, നമുക്ക് എൻജോയ് ചെയ്ത് അങ്ങോട്ട് പ്രസവിക്കാം എന്നങ്ങോട്ട് തീരുമാനിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ ഇപ്പം എന്താ ഒരു ചിലവ് ഒരു പ്രസവത്തിന് ആവട്ടെ. അപ്പോൾ അങ്ങനെ വീട്ടിൽ കിടന്ന് പ്രസവിക്കാമെന്ന് തീരുമാനിച്ചാൽ ഒരുപക്ഷെ ആ സ്ത്രീയുടെ ജീവിതം അല്ലെങ്കിൽ ആ സ്ത്രീയുടെയും ആ കുഞ്ഞിൻ്റെയും ജീവന് തന്നെ ഭീഷണിയല്ലേ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ അഖിൽ അതൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം. അഖിലിനെ കണ്ണടച്ച് വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണല്ലോ ഇവരെയൊക്കെ വിളിക്കുന്നത്, ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്, ഓരോരുത്തർ ഇവർ പറയുന്ന കേൾക്കാനൊക്കെ ഓരോരുത്തർ വിളിക്കുന്നത്. ഇവരെ സ്നേഹിക്കുന്ന, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവർ പറയുന്നത് കേൾക്കുന്ന, ഇവർ പറയുന്നത് വാല്യൂ ചെയ്യുന്ന കുറേ മണ്ടന്മാർ ഇപ്പോഴും ഉള്ളതുകൊണ്ടാണ്. ഇതിൽ പറയാൻ നോക്കിയിട്ടെ, ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവൾ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടത്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് അല്ലെന്നേ, ഈ എൻജോയ്മെന്റ് ഒന്നും ചോട്ടന്റെ ഭാര്യയ്ക്ക് വേണ്ടായിരുന്നോ? നാട്ടിലെ പെണ്ണുങ്ങൾക്ക് മാത്രം മതിയായോ എൻജോയ്മെന്റ്? കുടുംബത്തുള്ളവർക്ക് വേണ്ടേ? ഒന്ന് എൻജോയ് ചെയ്ത്. ഇപ്പൊ ഭാര്യയ്ക്ക് വലിയ പ്രായമൊന്നും ആയിട്ടില്ലെന്ന് താങ്കൾ ബിഗ് ബോസ് വെച്ച് പറഞ്ഞു, 27 വയസ്സായിട്ടുണ്ടാവുള്ളൂ എന്ന്. അങ്ങനെയെങ്കിൽ 10, 20, 30 വയസ്സ് ആയിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. പ്രസവിക്കാൻ വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഒന്ന് പ്രസവിപ്പിച്ച് നമുക്കൊന്ന് കാണിച്ചതാ എൻജോയ് ചെയ്ത് പ്രസവിക്കുന്നത്. എന്നിട്ട് കിടന്നിട്ട് ഇങ്ങനെ പറയും. ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യം കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ചു. അതെ, ആരും ഇട്ടുകൊടുക്കണ്ടെന്നേ. നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ ഭാഗങ്ങൾ തന്നെ മാറും, അവയവങ്ങൾ തന്നെ നമ്മുടെ വരുന്ന വ്യത്യാസം, നമ്മുടെ ശരീരത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ കണ്ട് നമ്മൾ തന്നെ ടെൻഷൻ അടിച്ചു പോകുന്ന ഒരു നിമിഷമൊക്കെ ഉണ്ട്. അതിപ്പോൾ ആരും പറഞ്ഞു തന്നിട്ടല്ല. പിന്നെ ആ മുമ്മില്ലേ, നെല്ലുകുത്തിയ അമ്മൂമ്മ കണ്ണാടി നോക്കുന്നുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമ്മളുണ്ടല്ലോ, നമ്മുടെ ശരീരഭാഗത്തുള്ള നമ്മുടെ ഓരോ പാർട്സ് ഉണ്ടല്ലോ, ബോഡി പാർട്സ് ഇല്ലേ, അതിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ നമുക്ക് തന്നെ ടെൻഷൻ വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ഒരു കൗൺസിലിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ മാസത്തിൽ പോകില്ലേ, അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ ഉള്ളതാണ്. അവർ തരുന്ന സപ്പോർട്ടുണ്ട്. ആ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ ഒരു പക്ഷേ വീട്ടിൽ കിട്ടിയെന്ന് വരില്ല. അത് വീട്ടിൽ പറഞ്ഞു തരുന്നവരുണ്ടാവും, തരാത്തവരുണ്ടാവും. പക്ഷേ എന്തിരുന്നാലും ഇതൊക്കെ പഠിച്ചവർ പറയുമ്പോൾ, പിന്നെ പണ്ടത്തെ കാലത്ത് മറ്റേ അമ്മൂമ്മ ജീവിച്ചിരുന്നില്ലേ, നെല്ലുകുത്തി അമ്മൂമ്മ ജീവിച്ചിരുന്ന കാലത്ത് ഒരു പക്ഷേ ഇതുപോലെയുള്ള ആധുനിക ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കാം, നല്ല ഹോസ്പിറ്റൽ ഉണ്ടായിട്ടില്ലായിരിക്കാം. അഥവാ ഈ കാലത്താണ് അമ്മൂമ്മ പ്രസവിക്കണമെന്നുണ്ടെങ്കിൽ അമ്മൂമ്മ ഹോസ്പിറ്റലിൽ പോയാനേ. ആ നെല്ലുകുത്തുന്ന അമ്മൂമ്മയില്ലേ, എന്നാലും ഏതാണ് ആ നെല്ലുകുത്തുന്ന അമ്മൂമ്മ? പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. പ്രസവിക്കാനും പറ്റാണ്ട് ആകെ കോംപ്ലിക്കേറ്റഡ് ആയി. പിന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ പ്രഗ്നന്റ് ആവുമ്പോൾ, അല്ലെങ്കിൽ ഗർഭം ധരിക്കുമ്പോൾ മാനസികമായും ശാരീരികമായും അവൾ തയ്യാറെടുത്തുകൊണ്ട് തന്നെയാണ് പ്രസവിക്കാൻ ഒരുങ്ങുന്നത്. കാരണം പ്രസവം എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലെന്ന് ഉള്ളിലൊരു ബോധമുണ്ട്. എന്തു സഹിച്ച് അടുത്ത തലമുറയെ വളർത്തിയെടുക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഏതൊരു സ്ത്രീയും പ്രസവിക്കാൻ തയ്യാറായി വരുന്നത്. ഒരു കുഞ്ഞ് അതിന് അവരനുഭവിക്കുന്ന വേദനകളുണ്ട്. അതായത് കുഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഗർഭപാത്രം ചുരുങ്ങും. ആ സമയത്തുണ്ടാകുന്ന ഒരു വേദനയുണ്ടല്ലോ. അഖിലിന് ഈ പ്രസംഗിക്കുമ്പോൾ ആ ഒരു വേദന അറിയാൻ പറ്റില്ല. ഒന്ന് പ്രസവിച്ച് നോക്ക്, അപ്പം അറിയാൻ പറ്റും. എന്തായാലും ഈ ജന്മത്തിൽ അഖിലിന് പ്രസവിക്കാൻ പറ്റില്ല. കാരണം അതിന് ഗർഭപാത്രം വേണം, യൂട്രസ് വേണം. അതില്ലല്ലോ. അതില്ലാത്തതുകൊണ്ട് പറയാം. ഇനിയിപ്പോൾ ഭാര്യയോ മറ്റാരെങ്കിലോ കുടുംബത്തുള്ള ആരെങ്കിലും പ്രസവിക്കുമ്പോൾ ഒന്ന് ലേബർ റൂമിലൊന്ന് പോയി നോക്ക്. പ്രസവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നിങ്ങൾ പുരുഷനാണ്. തൻ്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും പ്രസവിക്കുമ്പോൾ ഒന്ന് ലേബർ റൂമിലൊന്ന് കയറി നോക്ക്. അപ്പോൾ അവരനുഭവിക്കുന്ന വേദന കാണുമ്പോൾ ഈ സംഭവമില്ലേ, എന്താ പറയുക, പലരും പല വേർഡ് പറയും, എനിക്കത് പറയാൻ തോന്നുന്നില്ല, അത് മാറിക്കിട്ടും.
കാലം മാറുന്നതനുസരിച്ച് കോലം മാറണമെങ്കിലേ അത് വസ്ത്രധാരത്തിൽ മാത്രമല്ല, നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിത ശൈലിയിലും ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം. എവിടെ പോയാലും സ്ത്രീകളെ പുച്ഛിക്കുന്ന, അത് ഇവൻ സ്വന്തം ഭാര്യയായാൽ പോലും ഭാര്യ പോലും പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്, പുച്ഛിക്കുന്ന. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഒരു ക്യാമറ കാണിച്ചിട്ട് കണ്ടു, പുറത്തിറങ്ങിയാൽ ഞാൻ പറയുന്നുള്ളൂ, പക്ഷെ അകത്തിറങ്ങി ഇവളാണ് എന്നെ പീഡിപ്പിക്കുന്നത്, എന്നെ പീഡിപ്പിക്കാം ഇൻ ദ സെൻസ് മാനസികമായി എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്, എന്നെ ഉപദ്രവിക്കുന്നത് ഇവളാണ് എന്ന് കാണിക്കാൻ വീട്ടിൽ ഹാളിൽ ഒരു ക്യാമറയും ഫിറ്റ് ചെയ്ത് ഇതേ കണ്ട് അവൾ എന്നെ തല്ലുന്നത് കണ്ടോ, എന്നെ ഇടിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരെ കാണിച്ച് സ്വന്തം ഭാര്യയെ പുച്ഛിക്കുന്നു. കോ കണ്ടസ്റ്റന്റ് ഇപ്പോൾ ശോഭനെ നാട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് എന്ന് പറയുന്നത്, ശോഭ താമസിക്കുന്നിടത്തുനിന്ന് ശോഭയെ മാറ്റാനായിട്ട് കുറേ നാളായിട്ട് 11 വർഷമായിട്ട് ശോഭ അവിടെ താമസിക്കുകയാണ്. ശോഭ എടുത്ത് 1 വർഷമായിട്ട് മാറാൻ പറയുന്നത്, പക്ഷേ ശോഭ മാറുന്നില്ല. അപ്പോൾ അതൊരു പരാതിയുമായിട്ട് പോലീസിൻ്റെ അടുത്തല്ല, അഖിൽമാരുടെ അടുത്തേ വന്നിരിക്കുന്നത്. എന്താ, ശോഭയും അഖിലും തമ്മിൽ വലിയ രസത്തിലല്ല. പല കാര്യങ്ങളും ശോഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശോഭയൊന്നും പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശോഭയാണെങ്കിൽ അതിനെ റിയാക്ട് ചെയ്ത് വന്നിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ, അത് നമ്മൾ കുത്തിപ്പോക്കുന്നില്ല. അപ്പോൾ ഇവർ പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്ത കാര്യമുണ്ടല്ലോ, അഖിലെന്ത് ചെയ്തെന്നറിയോ, അണ്ണൻ അതെടുത്തുകൊണ്ട് സ്റ്റാറ്റസ് ആക്കിയില്ലേ, സ്റ്റോറി ആക്കിന്നേ. എന്താല്ലേ, നല്ലൊരു മനുഷ്യനാണെങ്കിൽ, നല്ലൊരു സുഹൃത്താണെങ്കിൽ, നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഈ പുള്ളി എന്താ ചെയ്യണ്ടേ, ശോഭനെ വിളിച്ച് സംസാരിക്കല്ലേ വേണ്ടത്. എന്നാൽ അതിന് പകരം ശോഭയ്ക്കെതിരെ കുത്താൻ കിട്ടിയ ഒരു അവസരമായി കണ്ടിട്ട് ഇതെടുത്തിട്ട് സ്റ്റോറി ഇട്ട്, ദേ ശോഭ അത്രയ്ക്ക് നല്ല ആളൊന്നുമല്ല കേട്ടോ, അതേ കണ്ടില്ലേ, ഈ പറയണ മാനിന്റെ സ്വഭാവം ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തായാലും ഈ മരങ്ങോടനെയൊക്കെ ആണല്ലോ ഈശ്വര നമ്മൾ സപ്പോർട്ട് ചെയ്തെന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ, ഐ ഫീൽ ലജ്ജ, പുച്ഛം തോന്നുന്നു നമ്മളോട് തന്നെ അല്ലേ. എനിക്ക് തോന്നുന്നുണ്ട്, കഷ്ടം. എന്തായാലും വരും എന്നാ ഇലക്ഷൻ്റെ റിസൾട്ട് 4-ാം തീയതിയോ 9-ാം തീയതിയോ എന്തായാലും വരും, നോക്കാം. പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കനുസരിച്ചിട്ട് നമ്മുടെ ഇതാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് തൃക്കാക്കരയിൽ. ഇപ്പം അഖിൽമാരാർ ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സ്കൂളിൽ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ ഇല്ലാതാക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്താകുന്നു കണ്ടറിയാം. ഇപ്പോൾ കുറേ ദിവസമായി നമ്മളൊരു വീഡിയോ ആയിട്ടൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുള്ളതുകൊണ്ടാണ്. പക്ഷേ അഖിലേട്ടൻ ഇവിടെ വന്നിട്ട് അഖിലണ്ണൻ ഇങ്ങനെ വന്ന് പ്രസവത്തെക്കുറിച്ച് ഘോരഘോരമായി പ്രസംഗിക്കുക കാണുമ്പോൾ ഒന്ന് പ്രസവിച്ച ഒരു എക്സ്പീരിയൻസ് ഉള്ള ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് വന്നൊരു വീഡിയോ ആണ്. എന്തായാലും എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം മനസ്സിൽ. അപ്പോൾ പ്രസവിച്ച സ്ത്രീകൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന്, നിങ്ങൾ എൻജോയ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ നെല്ല് കുത്തിയാണോ പ്രസവിച്ചത്, എന്താണെന്നെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഒന്നുമില്ലെന്നേ ചുമ്മാ ഒന്ന് വായിച്ചിരിക്കാൻ. അപ്പോൾ ഞാൻ മാത്രമാണോ ഇത്ര പെയിനായിട്ട്, ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട്, ഇത്രയ്ക്ക് വേദന സഹിച്ച്, കാരണം ഇടവേളകളിലുള്ള വേദനയില്ലേ അതൊക്കെ സഹിച്ച് 1.5 ദിവസത്തോളം ആ പെയിൻ സഹിച്ച് പ്രസവിച്ചത് ഞാൻ മാത്രമാണോ എന്ന് അറിയാനായിട്ട്. 1.5 ദിവസം ആയിക്കോട്ടെ, 1 മണിക്കൂർ ആയിക്കോട്ടെ, ഒരു നോർമൽ ഫസ്റ്റ് ഡെലിവറി ആകുമ്പോൾ 8 മുതൽ 12 മണി വരെ 8 മുതൽ 12 മണിക്കൂർ വരെ നമുക്കൊരു പെയിൻ ഉണ്ടാകും. ഒന്ന് ഓർക്കണം കേട്ടോ, 1 മണിക്കൂർ 2 മണിക്കൂർ 8 മിനിറ്റ് 12 മിനിറ്റ് ഒന്നും അല്ല, 8 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ നമുക്ക് ഒരു പെയിൻ ഉണ്ടാകും. ഡെലിവറി കഴിഞ്ഞിട്ടോ അതിൻ്റെ അപ്പുറം. അങ്ങനെ 8, 10, 12 മണിക്കൂർ പെയിൻ സഹിച്ച് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന സ്ത്രീ, അവളൊക്കെ പൂവിട്ട് പൂജിക്കണം. ആ സ്ത്രീകളുടെ പ്രസവത്തെ വളരെ നിസ്സാരമായിട്ട് നെല്ല് കുത്തിയ കഥയുമായിട്ട് വന്നിരിക്കുന്ന അഖിൽമാരാറെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ഇനി നമുക്ക് ഗുരുമന്ത്ര അപ്ഡേറ്റിലേക്ക് പോയാലോ. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ്. പലരുടെയും കയ്യിൽ, പല ഹീലേഴ്സിൻ്റെയും കയ്യിൽ, പല സെലിബ്രിറ്റീസിൻ്റെയും കയ്യിൽ നിങ്ങൾ ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടിട്ടുണ്ടാവും. ശ്രദ്ധിക്കാത്തായിരിക്കും, ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇനി കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. ബ്രേസ്ലെറ്റ് ആയിട്ടായിരിക്കില്ല, ചിലപ്പോൾ ഒരു മാലയായിട്ടായിരിക്കും ധരിക്കുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഉണ്ടല്ലോ സെലിബ്രിറ്റികൾ ചുമ്മാ കടയിൽ നിന്ന് വാങ്ങി ധരിച്ചതല്ല, അവർ ഹീൽ ചെയ്തിട്ടായിരിക്കും ധരിച്ചിട്ടുണ്ടാവാം. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഓരോ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും റേക്കി ഹീൽ ചെയ്തിട്ടാണ് നമ്മൾ തരുന്നത്. റേക്കി ഹീലിംഗ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ധരിക്കണമെന്ന് അറിയോ? അപ്പോൾ ഈ ബ്രേസ്ലെറ്റ് വേണമെന്നുള്ളവർ നമ്മുടെ ഗുരുമന്ത്രയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് റേക്കി ഹീലിംഗ് ഒക്കെ ഫ്രീ ആയിരിക്കും. വേണമെന്നുള്ളവർ റേക്കി ഹീൽ ചെയ്ത് തന്നെ ധരിക്കുക കേട്ടോ, ചുമ്മാ വാങ്ങിച്ച് ധരിക്കാതെ റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് മാത്രമല്ല, നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ പ്രോബ്ലമിനുള്ള സൊല്യൂഷൻ ആയിട്ടുള്ള സ്റ്റോൺസ് ഗുരുമന്ത്രയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്താണോ ആവശ്യം പറഞ്ഞ് തന്നെ ഓരോ സ്റ്റോൺസും ഓരോ ബ്രേസ്ലെറ്റ് ചോദിച്ച് വാങ്ങിക്കാം. ഇതൊരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് ആണ്. ഇത് 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ടൈഗർ, ബ്ലാക്ക് ഓപ്സിഡൻ, ഹെമറ്റൈറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറ്റാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കൂടാതെ
സംരക്ഷണം നൽകുന്നു. ദൃഷ്ടിദോഷങ്ങൾ പോലുള്ള മറ്റ് ആഭിചാര കർമ്മങ്ങളൊക്കെ നമുക്കെതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുമെല്ലാം ഒരു പ്രൊട്ടക്ഷനാണ് ഈ ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റിലെ സ്റ്റോൺസിൻ്റെ എനർജി നമുക്ക് നൽകുന്നത്. ടൈഗർ ഐ ഉണ്ടല്ലോ, ഇതിലുള്ള ടൈഗർ ഐ ഉണ്ടല്ലോ നമുക്ക് ആത്മവിശ്വാസവും ധൈര്യവും നൽകുന്നു. ഹെമിറ്റൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ മനസ്സിനെ ശക്തമാക്കുന്നു. ഫോക്കസ്, കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെഗറ്റീവ് എനർജി എല്ലാം നീക്കം ചെയ്യാനായിട്ട് ബ്ലാക്ക് ഒബ്സിഡിയനോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. പേടി, ടെൻഷൻ എന്നിവയൊക്കെ കുറയ്ക്കും. ആത്മവിശ്വാസത്തോടു കൂടി എന്ത് കാര്യവും മുന്നോട്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റോൺ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരു പ്രൊട്ടക്ഷനാണ് കേട്ടോ. ദോഷകരമായ ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കുന്നു. ധൈര്യവും ശക്തിയും നൽകുന്നു. ജീവിതത്തിലെ ഏത് വലിയ വെല്ലുവിളിയാണെങ്കിലും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോൺസിനുണ്ട്. ധനം, ഭാഗ്യം, അതോടൊപ്പം തന്നെ വിജയങ്ങൾ നമ്മളെ ആകർഷിച്ച് എത്തുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ എന്തൊരു കാര്യം ചെയ്യാൻ പുറപ്പെട്ടാലും അതിന് വിജയം ഉറപ്പാണ്. അങ്ങനെ സക്സസ് നമ്മളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ എനർജിയുള്ള ഒരു ബ്രേസ്ലെറ്റാണത്. ഇത് റേക്കി ഹീൽ ചെയ്തിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്രം എത്തിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള കരിങ്ങാലി ബ്രേസ്ലെറ്റും ഫ്രീ ആയിട്ട് ഗുരുമന്ത്രം നൽകുകയാണ്. ഗുരുമന്ത്രയിൽ നിന്നും നിങ്ങൾ ഏതൊരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ എനർജൈസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റേക്കി ഹീൽ ചെയ്തിട്ടുള്ള ഒരു കരിങ്ങാലി ബ്രേസ്ലെറ്റ് സൗജന്യമായിട്ട് നൽകുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കേണ്ട, ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടാം. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ് വേണം നമ്മൾ ധരിക്കാൻ. നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് എല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ആ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ടുള്ള ഓരോ എനർജിയുള്ള സ്റ്റോൺസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. എന്താണ് വേണ്ടതെന്നുള്ളത് ചോദിച്ച് വാങ്ങിക്കാം. ഇത് ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ ആണ്. ഇത് തീർച്ചയായിട്ടും എല്ലാവരും ധരിക്കേണ്ട ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യാം. മറക്കണ്ട, നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഒരു സ്റ്റോണും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പോൾ ഗുരുമന്ത്രയിൽ ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇത് കണ്ടോ, ഇത് അട്രാക്ഷനാണ്. ലവ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്, സ്നേഹം ഒക്കെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു മറ്റുള്ളവരുടെ. അതിനാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇതും റേക്കി ഹീൽ ചെയ്ത് തന്നെ നിങ്ങൾ ധരിക്കാം. നിങ്ങളുടെ എന്താ പറയുക, ബ്രേക്കപ്പ് ആയിട്ടുള്ള പല റിലേഷനും, അത് ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, ഹസ്ബൻഡ് വൈഫ് റിലേഷൻ, നിങ്ങൾ അവർ എന്തെങ്കിലുമൊക്കെ ഒരു ചേർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ആരോടും തുറന്നൊന്നും പറയാനായിട്ട് പലർക്കും താല്പര്യം ഉണ്ടാവില്ല. ഈ ഒരു ബ്രേസ്ലെറ്റ് വാങ്ങി ധരിച്ചാൽ മതി, എല്ലാം ഓക്കെ ആവും കേട്ടോ. അതിനുള്ള എനർജി ഈ സ്റ്റോൺസിനുണ്ട്. ഇത് റോസ് ക്വാർട്സ് ബ്രേസ്ലെറ്റ് ആട്ടോ. സ്നേഹവും കരുണയും വർദ്ധിപ്പിക്കുന്നു. ഹൃദയത്തിലെ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. ഹൃദയ ചക്രമില്ലേ, നമ്മുടെ ഹാർട്ട് ചക്ര, അത് ബാലൻസ് ചെയ്യാനായിട്ടും മാനസികമായി തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണിത്. മനഃശാന്തി നൽകുന്നു. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക എന്നിവയെല്ലാം കുറയ്ക്കുന്നു. ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ, അതായത് പ്രണയബന്ധം, കുടുംബ ബന്ധം, സൗഹൃദങ്ങൾ എന്നിവയ്ക്ക് മനസ്സിലാക്കി നമ്മളിലേക്ക് ആ ഒരു സ്നേഹം എത്തിക്കുന്നു. സെൽഫ് ലവ് വർദ്ധിക്കുന്നു. അതായത് സ്വയം വിശ്വാസവും സ്നേഹവും ഒരു സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താനായിട്ട് നമ്മളെ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു. പോസിറ്റീവ് എനർജിയിലേക്ക് നമ്മളെ എത്തിക്കുന്നു. നന്നായി ഇപ്പോൾ ഉറക്കമൊക്കെ കുറവുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഇത് പില്ലോയുടെ അടിയിൽ വെച്ച് കിടന്നാൽ നല്ല രീതിയിലുള്ള ഉറക്കം കിട്ടും. അങ്ങനെ നമ്മളെ ബന്ധങ്ങളെല്ലാം സ്ട്രോങ് ആക്കാനും നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റും സ്നേഹമൊക്കെ തോന്നാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്റ്റോണാണിത്. ഈ ഒരു സ്റ്റോണിലെ എനർജി നമ്മുടെ എനർജിയെ അത്രത്തിൽ എത്തിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് ആ തീരുമാനം എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ലഭിക്കും. അതൊക്കെ അതിനുള്ളൊരു പവർ ഈ നാച്ചുറൽ സ്റ്റോണിന് ഉണ്ട്. 100% വിശ്വസിച്ച് നിങ്ങൾ ധരിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. ഈ സ്റ്റോൺ വേണ്ടവർ കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും